ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഇന്നലെ ജാസ്മിന് ക്യാപ്റ്റനായ ജിൻഡോ കാലേ വാരി നിലത്തടിക്കും എന്ന് പറഞ്ഞതിൻ്റെ നടപടി, അതായത് അതിൻ്റെ വിധി ഇന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് കോർട്ട് റൂമൊക്കെ കൂടി പവർ ടീം, അപ്പോൾ അതിനൊരു വിധി കൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ടീം ഒത്തു കളിക്കുകയായിരുന്നു കേട്ടോ. നാണം കെട്ട കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണം കെട്ട കളി. ഇമ്മാതിരി ഗ്രൂപ്പിസം കൂടിയിട്ട്, അതായത് നമ്മളൊരു പവറിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്താൽ അത് തെറ്റാന്ന് തന്നെ പറയണം. ഫേവറിസം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഒരു ഇതാണ് ശരിയുള്ള ഭാഗത്ത് ശരി എന്ന് പറയണം, തെറ്റുള്ള ഭാഗത്ത് തെറ്റെന്ന് പറയണം. ഇവിടെ ജിൻഡോ പറഞ്ഞതാണ് തെറ്റ്. ജാസ്മിൻ അങ്ങനെ ഒരു ഇത് ഉന്നയിച്ചു കഴിഞ്ഞു. ആൻഡ് ജിൻഡോ കാലേ വാരി നിലത്തടിക്കും എന്ന് പറഞ്ഞത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ കൂട്ടം കൂടിയിട്ട്, അതായത് ഗ്രൂപ്പ് കൂടിയിട്ട് ജിൻഡോക്ക് മനഃപൂർവ്വം വോട്ട് കൊടുത്തിട്ട് ജിൻഡോനെ കുറ്റവിമുക്തനാക്കുകയാണ് പവർ ടീം ചെയ്തത്. ഇതിൽ ജിൻഡോനെ സപ്പോർട്ട് ചെയ്തത് 9 പേരാണ് സപ്പോർട്ട് ചെയ്തത്. ശ്രീരേഖ, അൻസിബ, അഭിഷേക് ശ്രീകുമാർ, സായി, ജാൻമണി, ഋഷി, സിബിൻ ആൻഡ് നന്ദന. പിന്നെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തത് അഭിഷേക് കെ സപ്പോർട്ട് ചെയ്തു, റസ്മിൻ സപ്പോർട്ട് ചെയ്തു, അർജുൻ സപ്പോർട്ട് ചെയ്തു, ഗബ്രി സപ്പോർട്ട് ചെയ്തു, അപ്സര സപ്പോർട്ട് ചെയ്തു, ജാസ്മിൻ സപ്പോർട്ട് ചെയ്തു, ശ്രീതു സപ്പോർട്ട് ചെയ്തു. ഇവിടെ അൻസിബയുടെയൊക്കെ വാദം കേൾക്കുമ്പോഴല്ല, ഇത് പാസ്റ്റ് ടെൻസിൽ നടന്നതല്ലേ, അതായത് അടിച്ചേനെ എന്ന് പറഞ്ഞത് പാസ്റ്റ് ടെൻസിൽ നടന്നതാണ്. അപ്പോൾ അതിന് ശിക്ഷ കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ വേറെ ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നു, ഇതുപോലത്തെ വാക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് പാസ്റ്റ് ടെൻസിൽ നടന്നതാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? കാരണം പവർ ടീം ചാർജ് എടുത്ത് ക്യാപ്റ്റനും ആയി ജിൻഡോ ചാർജ് എടുത്ത സമയം, മീറ്റിങ്ങിൽ വിളിച്ച സമയത്താണ് ഇങ്ങനൊരു സംഭവം നടന്നത്, ആ ഒരു കാര്യം. അപ്പോൾ ആ സംഭവം ജിൻഡോ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത്, ആൻഡ് ജിൻഡോ ക്യാപ്റ്റൻ ആയത് പോട്ടെ, ഒരു വ്യക്തിയായാലും ഓൾറെഡി ഫിസിക്കൽ അസോൾട്ട് നടന്ന ഒരു വീട്ടിൽ നിന്നെ അടിക്കും എന്ന് പറയുന്നത് ഒരു ഒഫൻസീവ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അതിന് ശിക്ഷ കൊടുക്കേണ്ടത് തന്നെയാണ്. ഫേവറിസം മാറ്റി വെച്ച് ശിക്ഷ കൊടുക്കണമായിരുന്നു. അതിപ്പോൾ പവർ ടീം ആയാലും ഏത് ആൾക്കാരായാലും നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് കണ്ടസ്റ്റൻസും ആൾക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ്, നമ്മൾ ഒരു തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിഷ്പക്ഷമായി നിന്നിട്ട് നമ്മൾ അയാളുടെ കൂടെ നിൽക്കണമായിരുന്നു. ആര് ചെയ്താണ് തെറ്റ്, ആര് ചെയ്താണ് ശരി, അത് ചൂണ്ടിക്കാണിച്ച് തന്നെ നിൽക്കണമായിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ജിൻഡോ തെറ്റ് ചെയ്തിട്ടും ജിൻഡോക്ക് പുറത്ത് കുറച്ച് ഫാൻസ് ഉണ്ട്. സോ ജാസ്മിൻ നെഗറ്റീവ് ആണല്ലോ, അതിൻ്റെ പേരിൽ ജിൻഡോനെ വെളുപ്പിക്കാൻ നോക്കി എല്ലാവരും കൂടി. ഇത് പാസ്റ്റ് ടെൻസ് നടന്നതാണെന്ന് പറഞ്ഞിട്ട് അൻസിബ കുറച്ച് വെളുപ്പിക്കാൻ നോക്കി. ആൻഡ് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത് എന്താ, ഇതുപോലെ എല്ലാവരും ചെയ്യുന്നെങ്കിൽ ഇതുപോലെ കംപ്ലയിൻറ്റ് പവർ ടീമിൽ കൊടുക്കണം. ഇതിപ്പോൾ ജാസ്മിൻ കംപ്ലയിൻറ്റ് കൊടുത്തു, ആൻഡ് എല്ലാവരും ചെയ്തു, ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അത് നോർമലൈസ് ചെയ്തു. ഒരാൾ കംപ്ലയിൻറ്റ് ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർപ്പാക്കാനാണ് അവരുടെ പവർ ടീം എന്ന് പറഞ്ഞ ഒരു അധികാരം കൊടുത്തിരിക്കുന്നത്. ഇന്നലെ പിന്നെ അപ്പോൾ ഗബ്രി എന്തോ കുനിഞ്ഞ് നിൽക്കാനോ കുമ്പിട്ട് നിൽക്കാനോ അത് പറഞ്ഞു. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കുമ്പിട്ട് നിൽക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ തൊഴുത് നിൽക്കാനാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഈ ജിൻഡോ തന്നെയാണ് അത് വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കിയത്. ഓക്കെ പോട്ടെ, ഗബ്രി തെറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. ആ സ്പോട്ടിൽ തന്നെ അവർ വീണയുടെ വിഷ്ണുലോകം ആക്കിയിട്ട്, അതായത് ആ റൂം പൂട്ടിക്കളഞ്ഞ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് അവരെ അടച്ചിടണമല്ലോ. അതിൻ്റെ പേരിൽ ഗബ്രിക്ക് ആ ഒരു ശിക്ഷ കൊടുത്തു, അത് സ്പോട്ടിൽ കൊടുത്തു. എന്തുകൊണ്ട് ഇന്നലെ ജിൻഡോക്ക് ആ ശിക്ഷ കൊടുത്തില്ല, സ്പോട്ടിൽ കൊടുത്തില്ല പവർ ടീം? എന്തിനിങ്ങനെ ഒരു മീറ്റിങ്ങിന് വേണ്ടി കാത്തിരുന്നു? ആൻഡ് ഒരു കോർട്ട് റൂമാണ് ഇവർ പറയുന്നുണ്ട്, കോർട്ട് റൂം ആക്കി. അപ്പോൾ ഈ കോർട്ട് റൂമിൽ എനിക്കറിയാൻ പാടില്ലാത്തത്, ഈ ആൾക്കാരെ സ്വാധീനിച്ചിട്ടാണോ ഇവർക്ക് വോട്ട് കൊടുക്കുന്നത്? കോർട്ടിലൊക്കെ അങ്ങനെയാണോ നടക്കുന്നത്? ഈ പവർ ടീമിലെ സിബിൻ അടക്കം ഇന്നലെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ടണൽ ടീമിലുള്ള അൻസിബ, ശ്രീരേഖ എല്ലാം ശ്രീതുവും വോട്ട് ചെയ്യുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് ശ്രീതു ജാസ്മിൻ്റെ കൂടെ നിന്നു. ഈ അൻസിബയും പിന്നെ സായിയും എല്ലാം നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യും, ജിൻഡോക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ആൻഡ് വേറൊരു കാര്യം കൂടിയിട്ട്, ഇവർ പ്ലാൻ ചെയ്തതാണ്. ഇവർ പ്ലാൻ ചെയ്തിട്ടല്ല ഇത് ചെയ്തെങ്കിൽ പിന്നെയും ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് ഞാൻ പറഞ്ഞാണ്. അതായത് നിഷ്പക്ഷമായിട്ട് നിന്ന് ഓരോരുത്തരുടെ അഭിപ്രായം നിന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇവരെന്താണ് ചെയ്തത്? ഓരോ വ്യക്തികളെയും സ്വാധീനിച്ചിട്ട് ഇവർ ജിൻഡോയുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞ് സ്വാധീനിച്ചു. അതിനൊരു ഉദാഹരണമാണ് ഇന്ന് ഈ ആക്ടിവിറ്റി. അതായത് ഈ കോർട്ട് റൂമിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ജിൻഡോയും ഈ സിബിനും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് നന്ദന നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ ഞാനൊരു ലൂപ്പ് ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സിബിൻ പറയാം, ഉടനെ തന്നെ ഞാനൊരു ലൂപ്പ് ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ശരണ്യക്ക്, മോഡറേറ്ററായ ശരണ്യക്ക് വോട്ടിംഗ് പവർ കൊടുത്താനേ. അപ്പോൾ ശരണ്യയുടെ വോട്ട് നിങ്ങൾക്കായിരിക്കും കിട്ടുന്നത്. അങ്ങനെ ഭൂരിഭാഗം നിങ്ങൾക്ക് കിട്ടിയാനേ, അതായത് ഭൂരിഭാഗം വോട്ടും ജാസ്മിനേക്കാളും വോട്ട് നിങ്ങൾക്ക് കിട്ടിയാനേ. ടൈ ആയ സമയത്ത് നന്ദന ജാസ്മിനാണ് വോട്ട് ചെയ്തെങ്കിൽ അവിടെ ടൈ ആയാനേ. ആ ടൈ ആവുന്ന സമയത്ത് ഞാൻ ശരണ്യക്ക് വോട്ടിംഗ് പവർ കൊടുക്കും, മോഡറേറ്ററായ. അങ്ങനെ ഒരു ലൂപ്പ് ഹോള് സിബിൻ അവിടെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ലൈവിൽ അത് കൃത്യമായി കാണിച്ചത് നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് ഒരു 13K 35K പേര് ലൈവ് കാണുന്നുണ്ടായിരുന്നു. ആൻഡ് അവസാന ശിക്ഷ വിധിച്ചത് ജിൻഡോ കുറ്റക്കാരൻ അല്ല
അല്ല എന്നാണ് പവർ ടീം ശിക്ഷ വിധിച്ചത്. അതെങ്ങനെയായിരിക്കും ജിൻഡോ കുറ്റക്കാരനല്ല എന്ന് പറയുന്നത്? ഈ പവർ ടീമിലുള്ള ശരണ്യ തന്നെയല്ലേ ഇന്നലെ ജിൻഡോ കാലേ വാരി നിലത്തടിക്കും എന്ന് പറഞ്ഞത് കുറ്റമാണ്, തെറ്റാണെന്ന് പറഞ്ഞത്. ആൻഡ് പൂജയോട് ചോദിച്ചപ്പോഴും അത് തെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. പൂജ വോട്ട് ചെയ്തു. പൂജ പവർ ടീമിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാതെ ജാസ്മിന്, അതായത് ജാസ്മിനാണ് വോട്ട് കൊടുത്തത്. കാരണം ഇന്നലെ പൂജ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തെറ്റാണ് ആയിരുന്നു. ഇന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ അത് ഒത്തുകളിയായിരുന്നത്. പക്ഷേ പൂജയുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചിരുന്നു. വെരി ഗുഡ് തീരുമാനം. കാരണം എന്താണെന്നറിയാമോ, ഇന്നലെ അതായത് തന്നെ ഇത് ആദ്യം പറഞ്ഞത് സിബിൻ ഇതെങ്ങനെ തെറ്റാന്ന് പറയാൻ പറ്റും. കാരണം ഇത് കാലേ വാരി നിലത്തടിച്ചേനെ എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞത് സിബിനാണ്. ജിൻഡോ പോയി അത് ആ മീറ്റിങ്ങിൽ റിപ്പീറ്റ് ചെയ്തു. ആൻഡ് ഒരു പുള്ളിക്കാരൻ എന്ന് പറഞ്ഞതിനാണ് കാലേ വാരി നിലത്തടിക്കും എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ആക്കിയത് ജിൻഡോ. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞത് ഇഷ്യൂ ആക്കി ജിൻഡോ കാലേ വാരി നിലത്തടിക്കും എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് ജിൻഡോയുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവുന്നത്? നിങ്ങൾ തന്നെ പറയൂ, എങ്ങനെയാണ് ജിൻഡോയുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവുന്നത്? ജിൻഡോക്ക് കുറച്ച് ഫാൻസ് ഉണ്ടെന്ന് കരുതി ജിൻഡോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഇന്നലെ തന്നെ ഇന്ന് റസ്മിൻ ഒരു കംപ്ലയിൻറ്റ് ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ ഞങ്ങളെ ആ റൂമിൽ പൂട്ടിയിട്ട സമയത്ത് ഞാൻ ക്യാപ്റ്റനെ വിളിച്ചു, ജിൻഡോനെ വിളിച്ചു, ഒന്ന് വരൂ എന്ന് പറഞ്ഞിട്ട്. ജിൻഡോ മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ജിൻഡോ പറയുന്നത് എന്താ, എന്നെ റസ്മിൻ എന്നോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞ റസ്മിൻ എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ക്യാപ്റ്റൻസി മോശമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരുന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അതെവിടെ തന്നെ ആയോ? ജിൻഡോനോട് സംസാരിക്കില്ല എന്നാണ് റസ്മിൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ ഹൗസിലെ ക്യാപ്റ്റനായ ആ കണ്ടസ്റ്റൻസിൻ്റെ എല്ലാം ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് റസ്മിന് സംസാരിച്ച് പറ്റൂ ജിൻഡോയുടെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. അല്ലാതെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്യാപ്റ്റനോടെ പോയി പറയാൻ പറ്റുള്ളൂ. അതെന്താ ജിൻഡോ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുന്നില്ലേ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോ സിബിൻ്റെ കൂടെ കൂടിയിട്ട് മണ്ടത്തരം കാണിച്ചു കൂട്ടണേണ്. ഇപ്പം പറയുന്നുണ്ടല്ലോ, ഞാൻ കുറേ പോയിൻറ്റ്സ് പറഞ്ഞു, സിബിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഞാൻ അവളെ സംസാരിക്കാൻ വിട്ടില്ല, ഞാൻ കുറേ പോയിൻറ്റ്സ് പറഞ്ഞു. എന്ത് പോയിൻറ്റ്സ് പറഞ്ഞെന്ന് ഈ പറയുന്നത്? ഓരോരോ ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്ന് പറയുന്നത് ഇത്ര വലിയ പോയിൻറ്റ്സ് ഒന്നും അല്ല. ജിൻഡോ ഒറ്റയ്ക്ക് കളിച്ചപ്പോൾ നല്ലൊരു പ്ലെയർ ആയിരുന്നു. പക്ഷേ ഇപ്പം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? സിബിൻ്റെ കൂടെ കൂടി, സിബിനും ഉണ്ട്, സായിയുണ്ട്, ബാക്കി പവർ ടീമും ഉണ്ട്. ആൻഡ് അവരുടെ കൂടെ കൂടിയിട്ട് ഓരോരോ തെറ്റും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും കാണിച്ചുകൊണ്ടിരിക്കണേ. ജിൻഡോ ക്യാപ്റ്റൻ ആയത് ഹൗസിൻ്റെ ക്യാപ്റ്റനാണ്, ആ വീട്ടിലുള്ള പവർ ടീമിൻ്റെ അല്ല, ബാക്കിയുള്ള അംഗങ്ങളുടെ ക്യാപ്റ്റനാണ്. ബാക്കിയുള്ള അംഗങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പവർ ടീമിനെ ബോധിപ്പിക്കാനുള്ളൊരു ക്യാപ്റ്റനാണ്. അങ്ങനെയുള്ളൊരു ക്യാപ്റ്റൻസി, അങ്ങനെയാണ് ക്യാപ്റ്റൻ ആവേണ്ടത്. അതാണ് അപ്സരയും ജാസ്മിനൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത്. അതേപോലെ ആവണമായിരുന്നു ജിൻഡോ. അല്ലാതെ പവർ ടീം കുറച്ച് വോട്ട് തന്നു, അല്ലെങ്കിൽ പവർ ടീമാണ് തന്നെ ക്യാപ്റ്റൻ ആക്കിയത് കൊണ്ടിട്ട് അവരെ ഫുള്ള് ഈ ആഴ്ച മുതൽ താങ്ങി പിടിച്ച് നടക്കേണ്ട ആവശ്യം ജിൻഡോയ്ക്കില്ല. ഒബ്വിയസ്ലി ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയുള്ള സഹായം ജിൻഡോ അവർക്ക് ചെയ്തു കൊടുത്തു. അതിനുള്ള പ്രതിഫലമായിട്ടാണ് അവർ നിങ്ങളെ ക്യാപ്റ്റൻ ആക്കിയത്. അവിടത്തോടെ ആ കടം കഴിഞ്ഞു. ഇനി ബാക്കി കുറച്ച് ഭാരം ജിൻഡോ ചുമക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോയുടെ മണ്ടത്തരങ്ങളോട് കാണിച്ചു കൂട്ടുന്നത്.